ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചേ കണ്ടേ ആ ഗെയിം ഇല്ല, അതാണ് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് എന്നുള്ളത്. There are so many trees in Nia's backyard. അപ്പൊ എന്താണ് നിയയുടെ വീട്ടുവളപ്പിൽ എന്താ ഒരുപാട് ട്രീസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ഷെയ്ഡ് ആൻഡ് സോ കൂൾ. അപ്പൊ എന്താണ് അത് നല്ല തണലും തണുപ്പും ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾ കളിക്കുന്ന പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ഹൈഡ് ഹിയർ. എന്താണ് ഇവിടെ ഒളിക്കാം എന്നാണ് പറയുന്നത്. കൗണ്ട് ആൻഡ് പ്ലേ. അപ്പൊ നമുക്ക് നോക്കാം, എണ്ണി കളിക്കാം. 13, 13, 14, 15, 16, 27, 28, 29, 30 എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇങ്ങനെ എന്താണ് കൗണ്ട് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് സം നമ്പേഴ്സ്. അപ്പൊ എന്താണ് കുറച്ച് നമ്പേഴ്സ് സ്കിപ്പ് ചെയ്തു. എന്താണ് ചിലത് വിട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഒളിച്ച ആള് പറയാണ് ചിലത് വിട്ടു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്കിപ്പ് ചെയ്ത നമ്പർ ഏതൊക്കെയാണ്? ഇതിന്റെ ഉള്ളിൽ സ്കിപ്പ് ചെയ്തിട്ടില്ല. റൈറ്റ് ദ നമ്പേഴ്സ് നിയ സ്കിപ്പ്ഡ്. അപ്പൊ 13 പറഞ്ഞിട്ടുണ്ട്, പിന്നെ 14 പറഞ്ഞു, പിന്നെ 15 പറഞ്ഞിട്ടുണ്ട്, പിന്നെ 16 കഴിഞ്ഞപ്പോ പിന്നെ ഏതൊക്കെയാ പറഞ്ഞത്? 16 കഴിഞ്ഞപ്പോ പിന്നെ 27. അപ്പൊ 16 കഴിഞ്ഞാൽ 17 ഉണ്ട്, പിന്നെ ഏതാ 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21, 22, 23, 24, 25, 26. ഓക്കെ, പിന്നെ 26 കഴിഞ്ഞപ്പോ 27, 28, 29, 30. അപ്പൊ നീ സ്കിപ്പ് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 70, 80, 90, 20, 21, 22, 23, 24, 25 and 26. Okay. ഇനി എന്താ? Nia found Janvi first. Janvi counted starting from 13. Right? 10 numbers she counted in order. അപ്പൊ എന്താണ്? നീ ആദ്യം കണ്ടുപിടിച്ചത് ആരെയാണ്? ജാൻവിനെയാണ്. അപ്പൊ ജാൻവി എന്താ? ജാൻവി 30 വരെ counted starting from 13. 30 മുതൽ എന്താ എണ്ണാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അവിടുന്നുള്ള 10 നമ്പേഴ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റാർട്ടിംഗ് ഫ്രം 30 ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ 10 നമ്പർ എഴുതുമ്പോ എന്തൊക്കെ വരും? 30 കഴിഞ്ഞാൽ 31, 32, 33, 34, 35, 36, 37, 38, 39 and 40. Okay. ഇനി നമുക്ക് അടുത്തത് ഏതാ? You too can play with your friends. അപ്പൊ എന്താണ്? കൂട്ടുകാർക്കും എന്ത് ചെയ്യാം? കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഈ കളി കളിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. They heard a noise in the road while playing. അപ്പൊ എന്താണ്? കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെന്താ ഒരു നോയ്സ് കേട്ടു. റോട്ടില് ഒരു ശബ്ദം കേട്ടു. Okay, just knocked over the bag. Oh no, Sabu bro. അപ്പൊ എന്താ ഉണ്ടായേ? കുറച്ച് പച്ചക്കറികളൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. Will help പറഞ്ഞിട്ട് കുട്ടികൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. They put all the fruits in the bag. Nia counted each type. അപ്പൊ എന്താണ് അവർ എന്ത് ചെയ്തു? എല്ലാരും അവരുടെ ബാഗിൽ ഇങ്ങനെ ഇട്ടാണ്. അപ്പൊ എന്താണ്? നീ അതിലത്തെ ഓരോന്നും കൗണ്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് എന്താണ് കൗണ്ട് ചെയ്തിട്ട് എഴുതാനുള്ളതാണ്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം എന്താ? ആപ്പിൾ ആണ്. ആപ്പിൾ എത്ര ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39,
40, 41, 42. അപ്പൊ എത്ര ആപ്പിൾസ് ഉണ്ട്? 42 ആപ്പിൾ ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് മാംഗോ ഇത് നമുക്ക് എങ്ങനെ എണ്ണാം? ഇവിടെ 10 എണ്ണം ഉണ്ട്, ഇവിടെ 10 എണ്ണം ഉണ്ട്, ഇവിടെ 10 എണ്ണം, ഇവിടെയും 10 എണ്ണം, ഇവിടെ 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 plus 10 plus 10 plus 10 plus 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 42 കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർ എന്ത് ചെയ്യാ? കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് മാംഗോസ് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 40, 50, 60, 70, 80, 90, 20. അപ്പൊ ഇവിടെ 10 ആണ്, ഇവിടെ 20, അപ്പൊ ഇവിടെ 30, ഇവിടെ 40, ഇവിടെ 50, 50 കഴിഞ്ഞാൽ 51, 52, 53 and 54. അപ്പൊ എത്ര മാംഗോസ് ഉണ്ട്? 54 മാംഗോസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓറഞ്ച് എണ്ണി നോക്കാം. ഓറഞ്ച് എത്ര എണ്ണ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 40, 50, 60, 70, 80, 90, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. അപ്പൊ എത്ര ഓറഞ്ച് ഉണ്ട്? 34 ഓറഞ്ച് ഉണ്ട്. അപ്പൊ ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 3, 10, 10, 20, 20 plus 10, 30, 30 plus 3, 33, 34. സോറി, ഇവിടെ 3 അല്ല, 4. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. They got all the mangoes and oranges, but not apples. There were 45 apples in all. അപ്പൊ എന്താണ്? അവർക്ക് എന്താണ്? മാംഗോസും കിട്ടി, ഓറഞ്ചസും കിട്ടി. പക്ഷെ എന്താണ്? ആപ്പിൾസ് കിട്ടിയില്ല. എത്ര ആപ്പിൾസ് ഉണ്ടെന്ന് പറയുന്നത്? 45 ആപ്പിൾസ്. എല്ലാതും കൂടി 45 ആപ്പിൾസ് ഉണ്ട്. How many more apples to find? അപ്പൊ എന്താണ്? ടോട്ടല് 45 ആപ്പിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഇനി എത്ര എണ്ണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര എണ്ണാണ് കണ്ടുപിടിച്ചത്? 42 എണ്ണം. കണ്ടില്ലേ? ഇവിടെ കൗണ്ട് ഉണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇവിടെ ആപ്പിൾസിന്റെ കൗണ്ട് 42 ആണെന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇനി എത്ര? 45 എണ്ണം 45 ആപ്പിൾസ് ആണ് അതിലുള്ളത്. അത് 42 എണ്ണാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി എത്ര എണ്ണം കൂടി കണ്ടുപിടിക്കാണ്ട്? 45-ൽ നിന്ന് 42 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 3. 2 കഴിഞ്ഞാൽ 3, 4, 5. അപ്പൊ 3 ആപ്പിൾസ് ഇനി കണ്ടുപിടിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി എന്താ? which is the largest number? അപ്പൊ ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? മാംഗോ വരുന്ന 54 ആണ് ലാർജ് നമ്പർ. 54. ഇനി ഏതാ? സ്മോളസ്റ്റ് നമ്പർ ഏതാ? ഇതിൽ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് സ്മോളസ്റ്റ്? 34, 54, 42. ഇതിൽ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏതാ? 34. How many more apples than oranges? അപ്പൊ എന്താണ്? How many more apples? ഓറഞ്ചിനേക്കാൾ എത്ര ആപ്പിൾ ആണ് കൂടുതലുള്ളത്? എത്ര ആപ്പിൾ ആണ്? ആപ്പിൾ എത്ര? 45 എണ്ണാണ് ഉള്ളത്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളത്? നോക്കി നോക്കാം. ഓറഞ്ച് 34 ആണ്. അപ്പൊ എന്തായിരിക്കും? 45 മൈനസ് 34. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11. അപ്പൊ 11 എണ്ണാണ് കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്പർ ഗെയിം. സോഹൻ and Nia are playing a game. അപ്പൊ സോഹനും നീയും എന്താ ചെയ്യുന്നത്? ഒരു ഗെയിം കളിക്കുകയാണ്.
താഴെ സോഹന്റെയും നിയന്റെയും പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോഹൻ ഗോട്ട് 40 പോയിന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗെയിം. അപ്പൊ ആദ്യത്തെ ഗെയിമിൽ സോഹന് എന്ത് കിട്ടി? 40 പോയിന്റ്സ് കിട്ടി. നിയ ഗോട്ട് 7 പോയിന്റ്സ് മോർ ദാൻ സോഹൻ. സോഹന് കിട്ടിയതിനേക്കാൾ 7 പോയിന്റ് കൂടുതലാണ് നിയക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പോയിന്റ്സ് ഡിഡ് നിയ ഗെറ്റ്? 7 മോർ ദാൻ 14. എത്രയാണ്? 14ന്റെ കൂടെ അതായത് സോഹന് കിട്ടിയ 40നേക്കാൾ 7 കൂടുതലാണ് നിയക്ക് കിട്ടിയ പോയിന്റ്. അപ്പൊ എത്രയായിരിക്കും നിയക്ക് കിട്ടിയിട്ടുണ്ടാവുക? 40 പ്ലസ് 7 ഇറക്കിട്ടു 4. അപ്പൊ എത്രയാണ്? 47 പോയിന്റ്സ് കൂടുതലാണ് നിയക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മോർ ദാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അഡീഷൻ പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നിയ ഗോട്ട് 44 പോയിന്റ്സ് ഇൻ ദ സെക്കൻഡ് ഗെയിം. എന്താണ്? നിയക്ക് പിന്നെ 44 പോയിന്റ്സ് ആണ് രണ്ടാമത്തെ ഗെയിമിൽ കിട്ടിയത്. സോഹൻ ആണെങ്കിൽ സോഹൻ ഗോട്ട് 40 പോയിന്റ്സ് ലെസ് ദാൻ നിയനേക്കാൾ 14 പോയിന്റ് കുറവാണ് സോഹന് കിട്ടിയത്. ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര പോയിന്റ്സ് ആയിരിക്കും സോഹന് കിട്ടിയിട്ടുണ്ടാവുക? 44 മൈനസ് 40. 4 4 0 13. അപ്പൊ എത്രയാണ്? 30 പോയിന്റ്സ് ആണ് സോഹന് കിട്ടിയിട്ടുള്ളത്. ഇൻ ദ തേർഡ് ഗെയിം, മൂന്നാമത്തെ ഗെയിമിൽ എന്താ സംഭവിച്ചത്? The points they got together is less than 15. അവർക്ക് രണ്ടു പേർക്കും കിട്ടിയ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ലെസ് ദാൻ 50 ആണ്. അതായത് 50നേക്കാൾ കുറവാണ്. The difference between their point is 10. അപ്പൊ എന്താണ്? അപ്പൊ പോയിന്റ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. What can the points each got? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് എത്രയായിരിക്കും? അപ്പൊ എത്ര ആയിരിക്കും? രണ്ടാളും കൂടെ കൂട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് 50 ആണ്. അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10ന്റെ ഡിഫറൻസ് വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? നിയക്ക് ഒരു 30, സോഹന് 20. അവരുടെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയ 50 കിട്ടും. ഇത് നേരെ തിരിച്ച് നമുക്ക് നിയക്ക് 20ഉം സോഹന് 30ഉം ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Decoration. Niya and Sohan cut different shapes from colored paper for decorating the classroom. അപ്പൊ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് നിയ എന്ത് ചെയ്തു? നിഹിം സോഹനും പല ഷേപ്പിലുള്ള ഡെക്കറേഷനിൽ പല ഷേപ്പ് ഒക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇരിക്കാണ്. See what I made stars. അപ്പൊ സ്റ്റാർസ് ഉണ്ടാക്കിയതൊക്കെ സോഹന് നിയ കാണിച്ചു കൊടുക്കാണ്. They played with the shape. അവരെന്താണ് ഷേപ്സ് കൊണ്ട് കളിക്കാനായിട്ട് തുടങ്ങി. 10 points for star and 1 point for this. സ്ക്വയറിന് ഇതിനെന്താ? ഈ ഒരു ഷേപ്പിന് 1 പോയിന്റും ഈ ഒരു ഷേപ്പിന് 10 പോയിന്റും. Both of them laid out their pieces. അപ്പൊ നിയയുടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സോഹന്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇത് നിയയുടെ ഈ സ്റ്റാറിന്റെ നോക്കി നോക്കാം. അപ്പൊ സ്റ്റാറിന് എത്രയാണ്? ഒരെണ്ണത്തിന് 10 പോയിന്റ് ആണ്. അപ്പൊ 10 പ്ലസ് പിന്നെ എവിടെയൊക്കെയുണ്ട്? ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മളൊരു 10 ഇട്ടു. പിന്നെ ഇവിടെയും ഒരെണ്ണം ഉണ്ട് 10. പിന്നെ ഇവിടെയും ഒരെണ്ണം ഉണ്ട് 10. പിന്നെ ഇവിടെയും ഒരെണ്ണം ഉണ്ട് 10. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിയക്ക് സ്റ്റാർസിന്റെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് എത്രയാണ്? 0 1 2 3 4 5. അപ്പൊ എത്രയാണ്? 50. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? എത്ര സ്റ്റാർസ് ഉണ്ട്? 50 പോയിന്റ്സ് നിയക്ക് ഇതിൽ കിട്ടി. ഇനി അടുത്തത് സ്ക്വയർ ആണ്, ഈ ബ്ലൂ കളറ്. ഓക്കെ, അപ്പൊ അതിലാണെങ്കിലോ 1, സ്ക്വയറിന് എത്ര പോയിന്റാ? 1 പോയിന്റ് അല്ലേ? അപ്പൊ 1, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, പിന്നെ ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇവിടെ 1 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4 പോയിന്റ്. അപ്പൊ 4 പോയിന്റ് കിട്ടി.
ഇനി എന്താ 50 4 കൂടി ആഡ് ചെയ്യാ. 50 + 4 എത്ര? 4 5 54 54 ആണ്. ഇനി സോഹന്റെയിൽ നോക്കാം. സോഹന് എത്ര സ്റ്റാർസ് ആണ് കിട്ടിയത്? 1. അതായത് സ്റ്റാർസിന് 10 മാർക്കാണ്. ഒരു 10 കിട്ടി. പിന്നെയും ഒരു 10 കിട്ടി. പിന്നെയും ഒരു 10 കിട്ടി. പിന്നെയും ഒരു 10 കിട്ടി. അപ്പൊ എത്രയാണ് ടോട്ടല്? 40 ആണ്. 40 കിട്ടി. പിന്നെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1 2. അപ്പൊ 2 ആണ്. 40 + 2 എത്ര? 40 + 2 2 ഇറക്കിയിട്ടു. 4 ഇറക്കിയിട്ടു. എത്രയാണ്? 42. ഓക്കെ. ഹൂ ഗോട്ട് മോർ? അപ്പൊ ആർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? ഇതിൽ ആർക്കാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? നിയക്കാണ്. നിയ. How many more? അപ്പൊ എത്രയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? സോഹന് നിയക്ക് കിട്ടിയത് 54 ആണ്. Then സോഹന് കിട്ടിയിട്ടുള്ളതോ 42 ആണ്. അപ്പൊ എത്ര കൂടുതൽ കിട്ടിയെന്ന് അറിയാൻ 54 നിന്ന് 42 മൈനസ് ചെയ്യാ. ഓക്കെ. അപ്പൊ 4 ന്ന് 2 കുറച്ചാ 2 12. അപ്പൊ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? How many more? എത്രയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്? 12 എണ്ണാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. To make the points equal, how many of each shape should Sohan cut off? അപ്പൊ എത്ര കിട്ടണം? ടോട്ടൽ ഈക്വൽ ആയിട്ട് പോയിന്റ്സ് കിട്ടണമെങ്കിൽ ഇത് ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ ഇത് എത്ര എണ്ണം വേണം? ഇത് 2 എണ്ണം വേണം. അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്താലാണ്, അതായത് 42 അല്ലേ ഇപ്പൊ കിട്ടിയിട്ടുള്ള പോയിന്റ്, ആ 42ന്റെ കൂടെ ഇതിന്റെ പോയിന്റ് ആയിട്ടുള്ള 10 കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി? 52 കിട്ടി. ഇപ്പൊ ഇവളുടെ പോയിന്റ്, അതായത് നീയുടെ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിക്കണില്ല. ഇനി 2 എണ്ണം കൂട്ടണം. അപ്പൊ എന്താണ്? പ്ലസ് ഇതിന്റെ 2 മാർക്കും കൂടി ആയ എത്ര കിട്ടും? 54 കിട്ടും. ഓക്കെ. വാട്ട്സ് ദ ഏജ്? ഇനി അടുത്തതാണ് വാട്ട്സ് ദ ഏജ്. അപ്പൊ നമുക്ക് നോക്കാം. മദർ പറയാണ്, മദർ ഹൗ ഓൾഡ് ആർ യു? അമ്മനോട് എത്ര വയസ്സായി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ഛനും എത്ര വയസ്സാ? ഫാദർ വാട്ട്സ് യുവർ ഏജ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ ഏജ് എന്ന് പറയുന്നത് 40 ആണ്. അച്ഛൻ പറഞ്ഞത് എത്ര? 5 years more than mothers. അമ്മനേക്കാളും 5 വയസ്സ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫാദറിന്റെ ഏജ്? മദറിന്റെ ഏജ് 40 ആണ്. അതിനേക്കാൾ 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുക. 5ഉം 4ഉം. അപ്പൊ ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 45 ആണ്. ഓക്കെ. ഇനി എന്താ? മിഹാൽ ഈസ് 3 years old. നിയ ഈസ് twice old as മിഹാൽ. അപ്പൊ എന്താണ്? മിഹാലിന് 3 years ആണ്. അപ്പൊ അതിനേക്കാൾ അതിന്റെ ഇരട്ടി, ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടിയാണ് നിയയുടെ ഏജ്. അങ്ങനെയാണെങ്കിൽ 3ന്റെ ഇരട്ടി, അതായത് ഈ 3 കൊണ്ട് തന്നെ ഒന്നും കൂടി ആഡ് ചെയ്യാ. 3 + 3 എത്രയാണ്? 6. അപ്പൊ എത്രയാണ് നിയയുടെ വയസ്സ്? 6 വയസ്സാണ്. ഓക്കെ. ഇനി what about their ages after 5 years? 5 വർഷത്തിന് ശേഷം ഇവരുടെ ഏജ് എത്രയായിരിക്കും? അപ്പൊ മദറിന്റെ ഏജ് 5 more than 45 ആണ്. അപ്പൊ എത്രയാണ് മദറിന്റെ ഏജ്? 5 വർഷം. ഇപ്പോൾ അമ്മയുടെ ഏജ് 40 ആണ്. അപ്പൊ 5 വർഷം കൂടെ കഴിഞ്ഞാൽ, അപ്പൊ അമ്മക്ക് 45 ആണെങ്കിൽ അച്ഛൻ എന്തായിരിക്കും? അമ്മയുടെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് അച്ഛന്റെ വയസ്സ്. അപ്പൊ എന്ത് ചെയ്താം? 5 more than 45. അപ്പൊ 45ന്റെ കൂടെ 5 കൂട്ടിയത്. 5 5 10, ബാക്കി 1 എത്രയാണ്? 50. അപ്പൊ അച്ഛന്റെ വയസ്സ് 50. അപ്പൊ നിയക്ക് എത്ര വയസ്സായിരിക്കും? നിയക്ക് നേരത്തെ 6 ആയിരുന്നു. 6ന്റെ കൂടെ എത്ര? 5ഉം കൂടി കൂട്ടിയത്. അപ്പൊ എന്താണ്? 5 more than 6. 5 more than 6 എന്ന് പറയുന്നത് എത്ര? 6ന്റെ കൂടെ 5 കൂട്ടാ, 11. അങ്ങനെയാണെങ്കിൽ നിഹാലിന്റെ വയസ്സ് എത്രയായിരിക്കും? 3നേക്കാൾ 5 കൂടുതൽ. 5 more than
3. 5 more than 3 എന്ന് പറഞ്ഞാൽ 5 കഴിഞ്ഞാൽ 6, 7, 8. 8 വയസ്സായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. Still you are 5 years older than mother. അപ്പൊ എന്താണ്, അച്ഛനോട് പറയാണ് ഇപ്പോഴും നിങ്ങൾ അമ്മനേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. But Nia, you are not twice as old as Nihal now. പക്ഷെ നീ എന്താണ്, നിഹാലിന്റെ ഇരട്ടി വയസ്സല്ല ഇപ്പോ നിനക്ക് എന്ന് പറയാണ്. കാരണം എന്താ, നിഹാലിന് 8 വയസ്സാണ്, നീയൊക്കെ എത്രയാണ്, 11 വയസ്സാണ്. 8ന്റെ ഇരട്ടി 16 ആണ്, 11 അല്ല. Write down the age of everyone in your home. അപ്പൊ കൂട്ടുകാരെ വീട്ടില് ആൾക്കാർ എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാല് അവരുടെ നെയിം ഒക്കെ തന്നിരിക്കുന്ന സ്ഥലത്ത്, നെയിമും ഏജും തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതാം. കമ്പ്യൂട്ടർ ഗെയിം എന്താണ്, ഇവിടെ കുറച്ച് നമ്പേഴ്സ് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എഴുതാം. 1 മുതൽ 10 വരെ ഉണ്ട്. 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 ഉണ്ട്, 22, 23, 24, 30 ഉണ്ട്, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 കഴിഞ്ഞാൽ 41, 42, 43, 44, 45, 46, 47, 48, 49, 50. Nia is playing on the computer. അപ്പൊ നീ എന്താണ്, കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. What is the number just after 23? Just after എന്ന് പറഞ്ഞാൽ എന്താ, ശേഷം. 23ക്ക് ശേഷം ഏത് നമ്പർ ആണ്, ഏതാണ്, 24. ഇനി അങ്ങനെയാണെങ്കിൽ ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താ, മുമ്പ്. 15ന്റെ മുമ്പ് ഏത് നമ്പറാ, 14 ആണ്. വിച്ച് നമ്പർ ഈസ് above 29? above 29 എന്ന് പറഞ്ഞാൽ 29ന് മേലെ. 29 ഇതാണ്. 29ന്റെ മേലെ ഏത് നമ്പറാ, 19. 19 ആണ്. അപ്പൊ 19 ഏത്, which number is below 39? 39ന് താഴെ. 39ന് താഴെ ഏത് നമ്പറാ, 49 ആണ്. അപ്പൊ നമ്മൾ 49 എന്ന് എഴുതി. Write 30, 33, 36, 46 and 49 in the correct box on the computer. Below are some boxes on the computer. Fill the empty boxes. അപ്പൊ എന്താ, ഈ empty boxes fill ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 23യുടെ അടിയിലും മേലെയും ഒക്കെ ഏതൊക്കെ നമ്പേഴ്സ് വരിക, അത് ഈ ബോക്സിൽ നോക്കിയിട്ട് എഴുതിയാ മതി. ഓക്കെ, 23 ഈ ബോക്സില് മേലത്തെ ബോക്സ് ഉണ്ടല്ലോ. ഓക്കെ, 23 ഇതാണ് 23. അപ്പൊ 23യുടെ ഇവിടെ 22 വരുന്നുണ്ട്, 24. ഇവിടെ എന്തായിരിക്കും, ഈ 3 തന്നെ ആയിരിക്കും. ഇവിടെ മാത്രം 3 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 3, അങ്ങനെയാണ് വരിക. 23ക്ക് മുമ്പ് ഏത് നമ്പർ വരിക, 22 വരും, 23, 24 വരും. ഇതിന്റെ ഇവിടെ എന്ത് വരും, ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ 3, ഈ 3ന്റെ ഇറക്കിട. ഇവിടെ 2, 3, അപ്പൊ ഇവിടെ 1 വരും. ഇവിടെ ഈ സെയിം 3 വരും. ഓക്കെ, ഇനി 29 ആണെങ്കിൽ എങ്ങനെ വരിക, നമുക്ക് നോക്കാം. 29 എടുത്ത് നോക്കാം. 29ഉം അങ്ങനെയാണ്. മേലെ 1 9ഉം 3 9ഉം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. 29 വരുമ്പോ 1 9, ഇവിടെ എന്ത് വരും, 1 2 3 വരും. ഈ 9 ഇങ്ങനെ തന്നെ ഇറക്കിയിടാം. അപ്പൊ 19ന്റെ മുമ്പ് ഏത് നമ്പർ ആണ്, 18. 18, 19, 20. 39ന്റെ മുമ്പ് 38 ആണ്. 39 കഴിഞ്ഞാൽ 40. ഓക്കെ, ഇനി നെക്സ്റ്റിൽ എന്താ വരിക, 28 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ വരിക, ഇവിടെ 38 വരും. ഇവിടെയാണെങ്കിലോ ഇവിടെ 18 വരും. ഇവിടെ 18 വന്ന കാരണം ഇവിടെ എന്ത് വരും, 17, 18, 19, 20. ഇനി ഇവിടെ 35 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, 25 വരും. ഇവിടെയാണെങ്കിൽ 45 വരും. 45ന്റെ മുമ്പത്തെ നമ്പർ 44 ആണ്. 25 കഴിഞ്ഞാൽ 26. ഇവിടെ 25 വന്നു. അപ്പൊ ഇവിടെ എന്ത് വരും,
24 വരും. ഇവിടെ എന്ത് വരും? 26 വരും. ഇവിടെ 24 ആയ കാരണം അടുത്തേക്ക് പോകുമ്പോ എന്ത് വരും? 34. ഇവിടെ എന്ത് വരും? 44. 26 ആയ കാരണം ഇവിടെ എത്ര വരും? 16 വരും. ഇവിടെ 6 വരും. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Nia and her friends are playing with cards. അപ്പൊ നീയും ഫ്രണ്ട്സും തമ്മിൽ കാർഡ്സ് വെച്ചിട്ട് കളിക്കുകയാണ്. See how of them are pairs of the others too. അപ്പൊ എങ്ങനെയാണ് ഇവർ പെയർ ചെയ്തിട്ടുള്ളതാണ്? 13 നേരെ വരച്ചു. അങ്ങനെയാണ് ഈ 49 ഇതിൽ ഏതാ? 49 ഇങ്ങോട്ട് പോവും. 18 ഏതാ? 18 ഇങ്ങോട്ടേക്ക് വരും. 21 ഇങ്ങോട്ട് പോവും. 37 ഇങ്ങോട്ട് പോവും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, write the numbers each one got on the card. അപ്പൊ ഓരോരുത്തർക്കും കാർഡുമ്മ കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. അപ്പൊ ഈ കുട്ടിക്ക് കിട്ടിയത് എത്രയാണ്? 13 ആണ്. 30. അപ്പൊ ഇവിടെ എന്ത് ചെയ്താ? 13. Then ഈ കുട്ടി ഇവിടെ ഇതില് ഓക്കെ, ഈ കുട്ടി ഇതാണ് 49 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? 49. Then ഈ കുട്ടിക്ക് എത്രയാണ്? 21 ആണ്. Then 21. Then ഈ കുട്ടിക്കാണെങ്കിലോ 37 ആണ്. ഈ കുട്ടിക്ക് 18. ഓക്കെ, അത് ജസ്റ്റ് പിക്ചർ നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതിയെടുത്താൽ മതി. Write them from the smallest to the biggest. Smallest to the biggest ആണ് എഴുതേണ്ടത്. അപ്പൊ smallest to biggest എഴുതുമ്പോ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ ആദ്യം നമ്മൾ 18 എഴുതി. പിന്നെ ഏതാ ചെറുത്? 21 ആണ്. 21 എഴുതി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 30 ആണ്. 30 കഴിഞ്ഞാൽ 37. then 49. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Make pairs, join same numbers. അപ്പൊ എന്താണ് pairs ഉണ്ടാക്കുക? ഇതിൽ സെയിം നമ്പേഴ്സ് വരുന്നത് എന്താണ്? ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 10കള്, അതായത് 4 10s എന്താ വരിക? 14 ones ആണ് വരിക. അപ്പൊ ഇതെന്ത് ചെയ്യാ? ഇതിലേക്ക് ജോയിൻ ചെയ്യാ. ഈ 4 10ഉം പ്ലസ് എന്താണ്? 6 ones. അപ്പൊ എന്താ വരിക? 4 10ഉം അതുപോലെ തന്നെ 6 ones, 46 ones ആണ് വരിക. അപ്പൊ ഇതെന്ത് ചെയ്യാ? ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാ. ഇനി 31 ones. 31 ones എന്ന് പറഞ്ഞാൽ എന്താണ്? 31 ones എന്ന് പറഞ്ഞാൽ 31. 30 10കളും 1 ones. ഇനി ഒരു 10ഉം ഒരു 9ഉം എത്രയാണ്? 19 ആണ്. 19 ones. അപ്പൊ എങ്ങനെയാണ് ഒരു 10 എന്ന് പറയുമ്പോ ഒരു 10, ഒരു 9 എന്ന് പറയുമ്പോ 9 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 19. ആ 19 ആണ് ഇത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 2 10സും, അതായത് 2 10s 20ഉം 8 onesഉം 28. ഇതിൽ 28 ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ വരക്കാം. then 44 onesഉം 44 ones, 4 10സും 4 onesഉം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്. എന്താ? ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. നോക്കി നോക്കാം. അതെന്താ? Those who got the same number on their card form a group. അപ്പൊ എന്താ? സെയിം നമ്പേഴ്സ് വന്നവര് ഒരു ഗ്രൂപ്പ് ആക്കാം. അപ്പൊ അത് മേലത്തെ ആക്ടിവിറ്റി പോലെയാണ്. അപ്പൊ അത് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റി പോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ. അപ്പൊ ഇത് സെയിം എക്സാക്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ അത് കൂട്ടുകാർ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.